അഡ്വക്കേറ്റ് വി ജോയ്, പ്ലീസ് മുമ്പിലാണെന്ന് മാറി, പ്ലീസ് സർ. സപ്പോർട്ട് ചെയ്യുന്ന ആള്. കേരളീയം 23 തിരുവനന്തപുരത്തിനൊരു പുതിയ അനുഭവം നൽകിയതാണ് സാർ. ഒളിഞ്ഞും ലൈറ്റ് അണഞ്ഞപ്പോഴും അതിനെ വന്ന് കണ്ടവർ ധാരാളം ഉണ്ട് സാർ. എൻ്റെ ചോദ്യം ഇങ്ങനെയാണ് സാർ, പല രാജ്യങ്ങളിലും ആ രാജ്യം തന്നെ ഫെസ്റ്റുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ദുബായ് ഫെസ്റ്റ് പോലെ ധാരാളം സ്ഥലങ്ങളിൽ അത് നടക്കുന്നുണ്ട്. നമുക്കും ഈ വരുന്ന ആളുകളിൽ കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള തനിമയെ വിളിച്ചോതുന്ന തരത്തിൽ ലോകത്താകെ ഇത് അറിയിക്കുന്നതിനും ടൂറിസ്റ്റുകളെ കൂടി ഇത് ബന്ധപ്പെടുത്തി കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ ഈ വരും വർഷങ്ങളിൽ ആകർഷിക്കുമോ എന്നുള്ളതാണ്. തീർച്ചയായും നേരത്തെ നമ്മൾ നടത്തിയ കേരളീയം ഏതാനും ആഴ്ചകളുടെ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ടായിരുന്നു. എന്നാൽ അടുത്ത വർഷം നാം നടത്താൻ പോകുന്ന കേരളീയം മുൻകൂട്ടി തന്നെയുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർക്ക് ഇവിടെ പങ്കെടുക്കാനുള്ള സൗകര്യങ്ങൾ അതിലൂടെ തന്നെ വരുമെന്നാണ് നാം കാണേണ്ടത്. അതിനാവശ്യമായ മുൻകൂട്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തും. അതോടുകൂടി ടൂറിസത്തിന് വലിയ തോതിൽ പ്രാധാന്യം കൊടുക്കാനും നമുക്ക് കഴിയും.